നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നീ കഴിച്ചൂടി സില്ലു? വല്ല ചപ്പാത്തി വല്ലതും കഴിച്ചാൽ മതി കേട്ടോ. വെറുതെ ഫാസ്റ്റ് ഫുഡും സ്വിഗ്ഗി ഒന്നും വേണ്ട. പിന്നെ ഒരു കാര്യത്തിന് ഞാൻ അങ്ങ് തുനിഞ്ഞിറങ്ങുവോ. ഒരു ഭൂകമ്പം ഉണ്ടായാലേ ശരിയാവത്തുള്ളടി. എന്നതാ ചേച്ചിയമ്മേ പുതിയ വിഫല ശ്രമം? നീ എന്താടി കുരിപ്പേ കൊച്ചാക്ക? അല്ല, ജാതകം വെച്ചൊരു കളി കളിച്ചത് പൊളിഞ്ഞ് പാളീസായി പോയി. ഇത് നോക്കാം. കുടുംബത്തോട് കൂറുള്ളവനാണെങ്കിലേ എന്റെ വാക്ക് അനുസരിക്കും. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. നിന്റെ വക ഒരു ശബ്ദം, ഒരു ബോംബായിട്ട് ഞാൻ അവന്റെ മനസ്സിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്റെ ശബ്ദോ? എന്ത് ശബ്ദം? ദേവികയല്ലാതെ മറ്റൊരു പെണ്ണിനെ അവൻ കല്യാണം ഉറപ്പിച്ചെങ്കിൽ മാത്രമേ നീ ബാംഗ്ലൂരിൽ നിന്ന് തിരികെ ഇങ്ങോട്ട് വരുള്ളൂന്ന്. അതിന് ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ. നീ പറഞ്ഞില്ലെങ്കിൽ എന്താ? നീ പറഞ്ഞൊന്നും പറഞ്ഞ് എനിക്ക് പറഞ്ഞൂടെ? ചേച്ചിയമ്മ ആള് കൊള്ളാം. അല്ല, എന്നിട്ട് സിദ്ധുവേട്ടൻ എന്തു പറഞ്ഞു? കാറ്റു പിടിക്കാത്ത കരിമ്പാറക്കെട്ടെ കാറ്റു പിടിച്ച കരിമ്പന പോലൊന്നൊലഞ്ഞു. എന്നാലും വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട. ആ ദേവിക ചത്തു തൊലയാതെ സിദ്ധുവേട്ടന്റെ മനസ്സ് മാറില്ല. ഇനി അവള് ചത്താ തന്നെ അവൾക്ക് വേണ്ടി നമ്മുടെ മുറ്റത്തൊരു താജ്മഹൽ പണിയാനും സിദ്ധുവേട്ടൻ മടിക്കില്ല. നോക്കാം. ഒരു നിവൃത്തിയില്ലെങ്കിലേ ആ ബ്രഹ്മശ്രീയും കൂട്ടുപിടിച്ച് അവക്കിട്ട് സുധിയുടെ വീട്ടിൽ വെച്ച് തന്നെ ഒരു പണി ഞാൻ കൊടുക്കും. അവിടെ കാണാൻ തളർന്ന് കിടക്കട്ടെ ആ പിശാജ്. പറഞ്ഞ പോലെ ബ്രഹ്മശ്രീ വിളിച്ചോ? വിളിച്ചടി. ടൗണിൽ പുള്ളിയുടെ ഒരു വലിയ ജ്യോതിഷാലയത്തിന്റെ ഉദ്ഘാടനം നടക്കാൻ പോവാണെന്ന് എന്നെയും വിളിച്ചിട്ടുണ്ട്. ചേച്ചിയമ്മ പോണം. പക്ഷേ അച്ഛനും സിദ്ധുവേട്ടനും ഒക്കെ അറിയാതെ നോക്കണം. അച്ഛൻ വിളിക്കുന്നു. ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം. പിന്നെ ഭക്ഷണം കഴിക്കാൻ പുറത്തു പോയിട്ട് പെട്ടെന്ന് നീ റൂമിൽ തിരിച്ചെത്തിയേക്കണം. ശരി ശരി. പറ്റുമെങ്കിൽ നീയും രംഗനും കൂടി 18-ാം തീയതി ചോറ്റാനിക്കര വരെ ഒന്ന് പോണം. എന്താ വെച്ചാ വല്ല വഴിപാടും പറഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞില്ലേ ഒരു ചോറൂണും ചടങ്ങിനെ കുറിച്ച്. ആ നാരായണൻ കർത്തയുടെ പേരക്കിടാവിന്റെ. പോവാച്ചാ. അല്ലെങ്കിലും ചോറ്റാനിക്കര അമ്മയുടെ നടയിലെത്തി ഒന്ന് തൊഴണമെന്ന് ഞാൻ കുറച്ചു ദിവസമായിട്ട് ആലോചിക്കുന്നതാ. ഭഗവതി ഒന്ന് തൊഴണം, കീഴ്ക്കാവിലൊന്ന് തൊഴണം, താമരമാലയും പട്ടും ശർക്കരയും സമർപ്പിക്കണം. പിന്നെ അച്ഛന്റെ ആരോഗ്യത്തിന് ഒരു മഞ്ഞൾ പറയും. എന്നതാ ചേച്ചി, ഒരു നീണ്ട വഴിപാടാണല്ലോ. അല്ല, എനിക്ക് വേണ്ടി മാത്രം ഒന്നുമില്ലേ? ഉണ്ട്. നിന്റെ തലയ്ക്കകത്ത് ഇരുട്ട് മാറാനേ ശിവന്റെ നടയിലെ 101 കുടം ധാര. പിന്നെ ദുഷ്ടശക്തികൾ അകന്നു നിൽക്കാൻ വേണ്ടി കീഴ്ക്കാവില് ജപിച്ച ചരടും കൊണ്ടുവരാം. ഗുരുതി പൂജയെ പങ്കെടുത്ത് ഏലസം കൊണ്ടുവരാം. ഞാൻ ഉദ്ദേശിച്ച ദുഷ്ടശക്തി ഏതാണെന്ന് നിനക്ക് മനസ്സിലായി കാണുമല്ലോ. അല്ല അച്ഛാ, എനിക്ക് ഇവനോട് വേറൊരു കാര്യമാ പറയാനുള്ളത്. എന്താ? നിന്റെ കുറച്ച് നല്ല പടങ്ങൾ എനിക്ക് വേണം. കളർ ഫോട്ടോ. എന്തിനാ? 4-5 മാട്രിമോണിയൽ സൈറ്റിൽ കൊടുക്കാനാ. നീ ചരിഞ്ഞു നിൽക്കുന്നതോ, നിവർന്ന് നിൽക്കുന്നതോ, ഞെളിഞ്ഞു നിൽക്കുന്നതോ, അങ്ങനെ ഒരു 5-8 എണ്ണം തന്നേരെ. അല്ല, നല്ല കുടുംബത്തിന്നേ ആലോചനകൾ വരും. അല്ല ചേച്ചി, അത് അവതാ പറച്ചിലൊന്നും വേണ്ട. നിനക്ക് ഞാൻ തന്ന കല്യാണ കാലാവധിയിലെ നിന്നോട് ദയ കാണിക്കാൻ നിന്റെ പ്രിയപ്പെട്ടവർക്ക് കഴിഞ്ഞോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ ഇനി പ്രേമയുടെ ഊഴോ? സില്ലുമോൾ ഈ വീട്ടിലേക്ക് ഇനി തിരിച്ചു വരണമെങ്കിൽ കാര്യങ്ങൾക്കൊരു തീരുമാനം ഉണ്ടായേ പറ്റൂ. അതല്ല, അവളുടെ കല്യാണം നടക്കാതെ അവൾ അന്യനാട്ടിൽ എവിടെയെങ്കിലും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതാന്ന് നിനക്ക് ഇഷ്ടമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. നീ മറുപടി അച്ഛനോട് പറഞ്ഞാൽ മതി. അവൻ വഴിപാട് വിവരം തിരക്കാൻ വന്നിരിക്കുന്നു.
എന്നതാ സാമ്പ്രാണിക്കൊടിയിൽ പാപ്പാഞ്ഞി കളിക്കാൻ പോയതായിരുന്നോ? ചില പപ്പാഞ്ഞികൾ വിടാതെ പിന്തുടരുന്നു അപ്പച്ചി, അത്രേ ഉള്ളൂ. എന്താ നിരഞ്ജൻ? ആ, ഞങ്ങള് വീട്ടിൽ നിന്ന് തിരികെ എത്തിയപ്പോ ആരോ കാറിൽ വെച്ചിരുന്ന ഈ സാന്റാക്ലോസിന്റെ മുഖം മൂടി. അല്ല, ഇതുപോലൊരെണ്ണം മുഖത്ത് വെച്ച ആളല്ലേ അന്ന് രാത്രി സാറിനെ ആക്രമിച്ചത്? അപ്പോ ശത്രുക്കൾ വിടാതെ പിന്തുടരുന്നുണ്ട് എന്നർത്ഥം. ശത്രുക്കൾക്ക് മാത്രമല്ല, മിത്രങ്ങൾക്കും പിന്തുടരാം സ്വാമി. അല്ല, ഇതുവരെ സ്വാമി പോയില്ലല്ലേ? ഓ, ഡാഡി ആയിട്ടുള്ള ചർച്ച കഴിഞ്ഞില്ലായിരിക്കും. സ്വാമി എപ്പോ പോകണമെന്നൊക്കെ ഞാനല്ലേ തീരുമാനിക്കും. സാറ് പറയുന്നത് ശരിയല്ലേ? നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നത്? ആ, എന്തായി നിങ്ങൾ പോയ കാര്യം? കുട്ടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും? ആ, കൊച്ചിനെ മുങ്ങി എടുത്തോ കായലിന്ന്? അപ്പച്ചിയുടെ ഈ നശിച്ച നാവൊന്ന് അടക്കി വെക്ക്. കുഞ്ഞിനെ പോലീസ് അന്വേഷിക്കുന്നു. സംശയമുള്ളവരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അടുത്ത ദിവസങ്ങളിൽ ചോദ്യം ചെയ്യലുണ്ടാവും. ഓ, എന്നാ ചോദ്യം ചെയ്യാനാ? പരുന്ത് കൊണ്ടുപോയ കോഴിക്കുഞ്ഞിനെ തിരിച്ചു കിട്ടിയ ചരിത്രമുണ്ടോ? അല്ല, ഇതിനെ കൊണ്ടുപോയത് മനുഷ്യപ്പരുന്താണോ പക്ഷിപ്പരുന്താണോ എന്ന് ആർക്കറിയാം? എന്റെ ഒരു ഊഹം വെച്ച് നോക്കുമ്പോ അപ്പച്ചി കൂടുതൽ ഊഹിക്കണ്ട. വല്ല പിള്ളേരെ പിടുത്തക്കാരോ കൊണ്ടുപോയെങ്കിൽ അതിന്റെ കാര്യം ഒന്ന് ആലോചിച്ചു നോക്കി. കയ്യും തല്ലിയൊടിച്ച് കണ്ണും കുത്തിപ്പൊട്ടിച്ച്. അപ്പച്ചിക്ക് പറയാൻ രസം തോന്നുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് കേൾക്കാൻ അത്ര ഇമ്പമുള്ളതായിരിക്കണം എന്നില്ല. ഇന്നത്തേക്കുള്ള ദുഷ്ടത പറഞ്ഞില്ലേ, ഇനി ഒന്ന് നിർത്തിയേക്ക്. അക്ഷര. ആ, എടി, എന്താ? നിന്റെ ഡാഡിയെ ഇത്തിരി മുമ്പ് ഏതോ ഒരു സ്ത്രീ ഫോണിൽ വിളിച്ചു വരട്ടി. സ്ത്രീയോ? ആ, അതല്ലേ ഇങ്ങനെ വരണ്ട് വെളറ് നിക്കുന്നേ. എന്താ സർ? ഇവൾക്ക് വട്ടാണെന്ന് നിരഞ്ജൻ അറിയില്ലേ? ഏതോ ഒരു റോങ് നമ്പർ. അതിനയക്കണം തുള്ളുന്നത്. നിരഞ്ജൻ റെസ്റ്റ് എടുക്ക്. വാ സ്വാമി.